എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കർഷകരോടൊപ്പം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ കർഷകരോടൊപ്പം നമുക്കറിയാം മാധ്യമ പ്രവർത്തനമുണ്ട്. അതായത് രാവിലെ 6 മണി തൊട്ട് 10 മണി വരെ ഈ ചെടികൾക്കിടയിലൊക്കെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മാധ്യമ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റംബൂട്ടാണ്. ഇത് ഡ്രമ്മിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ 4.5 വർഷം പ്രായമുള്ള റംബൂട്ടാണ്. പക്ഷേ ഈ വർഷം നമുക്കൊരു ട്രാജഡി ഉണ്ടായി. ഇത് കാണിച്ചു കൊടുത്താൽ നിറയെ റംബൂട്ടാനുണ്ട്. ഒറ്റ മഴക്ക് എല്ലാം കിടക്കും താഴെ. ഇതാണ് അവസ്ഥ. അപ്പോൾ കർഷകർക്കെല്ലാം നമ്മോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെ ചെടി മാത്രം ഇങ്ങനെ റംബൂട്ടാൻ കായ്ക്കുന്നത്, അതുപോലെ തന്നെ ചട്ടിയിൽ നല്ല ഉഷാറാണ്. മാജിക്കൊന്നുമില്ല. ഇതണ്ട ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് മണ്ണൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള മിശ്രിതം. അതായത് ഈ ഒരു ചകിരിച്ചോറ് കണ്ടോ, ഇവിടെ കൂട്ടിയിട്ട് ചകിരിച്ചോറ് ഇതിൻ്റെ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു ചണ്ടികളൊക്കെ ഇട്ട് കൊടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ എന്താവും, ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആവും. ആദ്യം ഇത് നമ്മൾ വാഷ് ചെയ്യും. എങ്ങനെ, സാഫിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇതിടുന്നത്, അല്ലെങ്കിൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാഫിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഇത് അബ്യൂ ചെടിയാണ്. ഇതിന് ഇതുപോലെ ഇച്ചിരി ഓരോ മാസം റീചാർജ് കുറച്ചേ കൊടുക്കണം കേട്ടോ, ഒരുപാട് വേണ്ട. കാരണം ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും. പിന്നെ മറ്റൊരു കാര്യം, ഇത് നമ്മളുണ്ടോ ഗ്രാഫ്റ്റിംഗ് ആണ്, ബാർ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ മുള വന്ന് തുടങ്ങി. അതുകൊണ്ടാ ഇതൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ കോൺടാക്ട് ചെയ്യാം. വെബ്സൈറ്റിൽ www.kannurmountain.com നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിശേഷങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഗ്രാഫ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ വീട്ടിൽ വന്ന് ചെയ്തു തരും. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും. അപ്പോൾ അതിനനുസരിച്ച് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാര്യം, നമുക്ക് ഇവിടെ കാണാം മുഴുവനായിട്ടും കാച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ കായ്ക്കാറായത് മാവ്, പ്ലാവ്, റംബൂട്ടാൻ, ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. ഇതൊക്കെ 4 വർഷം പ്രായമാണ്. എന്താ വലിയ നിങ്ങളൊരു വിജനമായ സ്ഥലം ഞങ്ങളെ ഏൽപ്പിക്കുക. ഞങ്ങളവിടെ നിറയെ മരങ്ങളില്ല, ഒരു തോട്ടമാക്കി മാറ്റിത്തരും. അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള ഇതൊക്കെ 4 വർഷം. ഇത് നേരെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് നടും. ആ സ്ഥലം പിന്നെ വലിയൊരു മാവും പ്ലാവും ഒക്കെയുള്ള സ്ഥലമായി മാറും. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, എപ്പോഴും കെയർ ചെയ്യാം. അതായത് എപ്പോഴും കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കായ്ക്കില്ല. ഒരു നഴ്സറിക്കാരനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതിന് ഇതുപോലെ എല്ലാ മാസവും വളം കൊടുക്കണം. വളം കൊടുത്താൽ മാത്രമാണ് കായ്ക്കുന്നതും അതുപോലെ പൂക്കുന്നതും. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം, ഇതുപോലെ പുല്ല് എന്തായാലും ഉണ്ടാവും. പുല്ലിൻ്റെ ഇത് പറയാന്ന് വെച്ചാൽ, പശു നമുക്ക് ചാണകം തരും. പക്ഷേ പശു തന്നെ പുല്ല് വളർത്തും. അതിൻ്റെ ഈ ചാണകം നമ്മളിങ്ങനെ ഇത് ഇടുമ്പം എന്താവും, പുതിയ പുല്ലുകളൊക്കെ പശുവിന് തിന്നാനുള്ള പശു ചെയ്യുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിന്നാനുള്ള നമ്മളും ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെ പശുവിനെ കുറ്റം പറഞ്ഞിട്ടോ ഇതിൽ പുല്ല് മുളക്കുന്ന പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം അവരവരെ ഭക്ഷണം കണ്ടെത്തുക. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വളയിലോട്ട് സെറ്റാക്കുന്നത്. അപ്പോൾ പുല്ല് പറിച്ച് കളി അത്ര തന്നെ. പിന്നെ പലരും പുല്ല് പൊടിക്കാതിരിക്കാൻ വേണ്ടി ഷീറ്റൊക്കെ വിരിക്കും. അത് അത്യാവശ്യമില്ല സ്ഥലത്ത് നമുക്കങ്ങ് ഷീറ്റൊക്കെ വിരിക്കാം. ഈ കാണുന്നത് അവക്കാഡോ ആണ്. ട്രോപ്പിക്കൽ അവക്കാഡോ. അതിൻ്റെ അത്രയും പൊക്കമുണ്ട്. ഇതിപ്പോൾ ഏകദേശം 2.5 വർഷം 3 വർഷത്തിന് അടുപ്പിച്ചായിട്ടുണ്ട്. ഇതിനിപ്പം ഇനി 1 വർഷം കൂടി കഴിഞ്ഞാൽ ഇത് നിറയെ കായ്ക്കും. ഇത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. കണ്ട അധികം ഹൈറ്റ് പോകില്ല, കുള്ളനായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നഴ്സറിയിലുണ്ട്. നിങ്ങൾ സ്ഥലം അല്ലെങ്കിൽ നിങ്ങളെ സ്ഥലവും നിങ്ങളെ അഡ്രസ്സും നമുക്ക് തരിക. അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ചെടികളൊക്കെ വെച്ച് തരും. അത് നോക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുള്ളൂ. അല്ലാതെ എപ്പോഴും പലരും നമ്മൾ നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിനെ പരിപാലിക്കുമെന്ന്. പക്ഷെ നമുക്ക് പരിമിതിയുണ്ട്. കാരണം ഇതുപോലെയുള്ള ഒരുപാട് തോട്ടങ്ങൾ നമ്മൾ നോക്കണ്ടേ, എല്ലായിടെയും എത്തണ്ടേ. അതിലിടയിൽ ചെറിയ പണികളുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഇനി നമ്മൾ പ്ലാവ് കാണിച്ചു. 8 വെറൈറ്റി പ്ലാവ് നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്നും വിചാരിക്കരുത് കേട്ടോ, നമ്മൾ ഈ പണിയൊക്കെ ചെയ്തിട്ടുമാണ് ബാക്കി സമയങ്ങളെ ഓരോന്നിനും ഓരോതായ സമയം കണ്ടെത്തുന്നത്. പലരും ചോദിക്കും, ചിലപ്പോൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചോദിക്കും, തനിക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പണി. ഈ പണിയൊക്കെ ചെയ്തിട്ടാണ് മറ്റു പണിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ മരങ്ങൾ നടുക എന്നുള്ളൊരു ലഹരിയാണ്. ഇതൊക്കെയാണ് എൻ്റെ ലഹരി. അല്ലാതെ കള്ളും കഞ്ചാവും പിന്നെ MDMA ഒക്കെ അടിച്ച് കോൺതിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഇല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അതൊക്കെ താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമില്ല. പെർമനൻ്റ് ആയിട്ട് ലഹരി കിട്ടണമെങ്കിൽ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അതാണ് ലഹരി. മരത്തിനോട് പ്രണയം ഉണ്ടാവണം. ലഹരിയെ പ്രണയിച്ച് കഴിഞ്ഞാൽ അധിക നാൾ നമ്മൾ പ്രണയിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ വളം, പിന്നെ പലരും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം നമ്മുടെ ഈ ഒരു പ്ലാവാണെങ്കിലും മാവാണെങ്കിലും റംബൂട്ടാനാണെങ്കിലും എന്താണെങ്കിലും ഇതുപോലെ നിൽക്കണമെങ്കിൽ നിത്യമായ പരിചരണം.
അതായത് കറക്റ്റ് സമയത്ത് കീടനാശിനി അടിക്കുക, അതുപോലെ തന്നെ ഇതുപോലെ വളങ്ങൾ ചെയ്യാം ഒക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളെ ചെടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കുള്ളൂ. പിന്നെ ഈ ഒരു ഡ്രമ്മിൽ നമുക്ക് കാണുകയാണെങ്കിൽ 5ഓളം വരാലുകളുണ്ട്, വലിയ വരാലാണ്. അപ്പോൾ ഇതിനെ ടൈം പാസിന് വളർത്തുന്നതാണ്, അതിനുള്ള ഫുഡാണിത്. അപ്പോൾ അതിന് ഇങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുക, എല്ലാ ദിവസവും കൊടുക്കും, അത് വന്ന് എടുത്തോളും. അപ്പോൾ ഏകദേശം 2 കിലോ 1.5 കിലോ പ്രായമായി, 5-8 മാസമായി. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ എല്ലാത്തിനും ഒരുമിച്ച് നമ്മൾ ഒരു കുടക്കീയിൽ വളർത്തുകയാണ്. പിന്നെ നമുക്ക് കാണാം പപ്പായ ഇവിടെ വരുന്ന എൻ്റെ നഴ്സറിയിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ പപ്പായ കൊടുക്കാറുണ്ട്. അത് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. കാരണം ഒരിക്കലെങ്കിലും കഴിച്ചവരുണ്ടാതിരിക്കില്ല നമ്മളെ നഴ്സറിയിൽ വന്നവർ. കാരണം ഞാൻ എല്ലാവർക്കും ഈ പപ്പായ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പുതിയ പപ്പായ തൈകൾ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം പ്രായമായി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതുപോലത്തെയാണ് നമുക്ക് കായ്ഫലം തരാൻ. വെറും 2.5 മാസം മതി ഇത് കായ്ച്ച് കിട്ടാനായിട്ട്. ഒന്നൊന്നല്ല, ഒരുപാട് വെച്ചിട്ടുണ്ട്. പ്ലാവൊക്കെ നമുക്ക് ഒരാൾ പൊക്കം കഴിഞ്ഞു. ഇതുപോലെയുള്ള ചെടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷമായിട്ട് അടുത്ത തിങ്കളാഴ്ച വരും. പല സ്ഥലങ്ങളിലും പല വീടുകളിലും പോയി നമ്മൾ പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുണങ്ങളും അതുപോലെ നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്നാലും നമുക്ക് അടുത്ത സ്ഥലത്ത് പോയാൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ.